ഇപ്പം കഥ എല്ലാവർക്കും അറിയാം. നമുക്ക് സ്ഥിരം വലിയ ടെംപ്ലേറ്റിൽ കുറേ സിനിമകൾ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. നമ്മൾ ടി വി സീരിയലുകളായിരുന്നു ഇങ്ങനത്തെ കുറേ കഥകളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഭയങ്കര എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സിനിമ ഒന്നും ഓഫർ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ഹൈ മൊമെൻറ്റ് സിനിമയിൽ ഉടനീളം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ സിനിമയുടെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഇമോഷണൽ ട്രാക്കിലൂടെയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതിന് മുമ്പും ഇപ്പോൾ സിനിമ തുടങ്ങുന്ന തന്നെ ഈ ഒരു എന്താ പറയുക, ഛത്രപതി ഇതിൻ്റെ കഥയെന്ന് പറയുമ്പോഴത്തേക്കും ഛത്രപതി ശിവാജി അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജിയുടെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം എങ്ങനെയാണ് മറാഠ എംപയർ എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി, അതിനുശേഷം അയാൾ പുള്ളിയുടെ ജീവിതത്തിലൂടെ അപ്പോൾ ഈ വാർ സീക്വൻസ് ഒക്കെ ഉണ്ട്. എല്ലാം നമ്മുടെ സ്ഥിരം ഇതിനാണ് വാളും പരിചയമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം പുതുതായിട്ടുള്ള കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ക്ലീഷ് ചെയ്തായിട്ട് തോന്നി. എന്തെങ്കിലും ഒരു വ്യത്യസ്തത അതിൽ കൊണ്ടുവരാമെന്ന് തോന്നി. അതുപോലെ തന്നെ ഇതിലുടനീളം ഈ വാർ സീക്വൻസുകളൊന്നും ഒരു ഹൈ മൊമെൻറ്റ് തരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു എഡിറ്റിംഗ് എല്ലാം ഒരു കുറേ റാൻഡമായിട്ട് കുറേ സീൻസ് ഇങ്ങനെ ഒന്നിന് വരുന്നതായിട്ട് അങ്ങനെയാണ് തോന്നിയത്. ഒരിടത്തും ഒരു വലിയ രീതിയിലുള്ളൊരു അഭിനയ മുഹൂർത്തമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളോ എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ വിക്കി കൗശലാണ് ഈ സംഭാജിയുടെ ഒരു ക്യാരക്ടർ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വരുന്നത് അക്ഷയ് ഖന്നയാണ് ഔറംഗസേബിൻ്റെ പാട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വയസ്സായ ഒരു ഇതിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമകളിൽ അറിയാം നമുക്ക് എങ്ങനെയാണ് ഓരോരുത്തരെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് വളരെ വ്യത്യാസമൊന്നുമില്ല. അവർ നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഇതൊക്കെ തന്നെ. അപ്പോൾ ഓവറോൾ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു സിനിമ നല്ല രീതിയിൽ എ റഹ്മാനാണ് എൻ്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്, BGM ചെയ്തിരിക്കുന്നത്. ഒരു പാട്ടും വരുന്നതിൽ അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ സിനിമയെ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു ആക്ഷൻ വലിയ ഒരു ആക്ഷൻ പോലെ നമുക്കറിയാം. നമ്മൾ പണ്ട് പോലെ രാമായണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ടിപ്പിക്കൽ ഈ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നത് പാളും പരിചയമുള്ള അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത്. പിന്നെ ഇടയ്ക്ക് അവർ കാണിക്കുന്നുണ്ട് കുറച്ച് വാർ സീക്വൻസ് അവർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന രീതിയിൽ ഇപ്പം നമ്മളിപ്പം ഗൊറില്ല മോഡൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഹൈ മൂവ്മെൻറ്റ് തരാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ രശ്മിക മന്ദാന എടുത്തു പറയാനാണ്. പുള്ളിക്കാരൻ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പുള്ളിക്കാരുടെ റോൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രശ്മികയെ പോലുള്ള നടിക്ക് അനാവശ്യമായിട്ട് രീതിയിലുള്ളൊരു ഹേറ്ററായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കിട്ടുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നമ്മുടെ സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സംവിധായകൻ്റെ കയ്യിലൊരു കളിപ്പാവയാണ്. സംവിധായകൻ എങ്ങനെ അവരെ യൂട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു. അപ്പം ഈ പുള്ളിക്കാരി ഇതിനകത്ത് നല്ല രീതിയിൽ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് ക്യാരക്ടറിനുള്ള ആ ഒരു പെർഫോമൻസാണ് പുള്ളിക്കാരുടെ. സിനിമ എന്തോ എനിക്കൊരു മിക്സഡ് ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ അവസാനം വരുമ്പോഴത്തേക്കും ഒരു ഇമോഷണൽ പാർട്ടിലൂടെയാണ് കടന്നു വന്നത്. ഇതിൻ്റെ ലൈഫ് എങ്ങനെയാണ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം. നമുക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ കാണിക്കുന്നു, ഇപ്പോൾ ഒരാളെ ടോർച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കാണിക്കുമ്പോഴത്തേക്കും അതെങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറേ ആക്ഷൻ കോറിയോഗ്രാഫിയിലെല്ലാം കുറച്ചൊരു വ്യത്യസ്തത വേണമായിരുന്നു. പിന്നെ അതുപോലെ ഇതൊരു വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ രാജമൗലിയുടെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ധാരാളം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള CG ആയിരുന്നതിൽ ഇതിൽ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയില്ല. CG എല്ലാം ഇപ്പോൾ ലോങ് ഷോട്ടിലൊക്കെ കാണിക്കുന്നതെല്ലാം ജസ്റ്റ് ഒരു ആനിമേറ്റഡ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒറിജിനാലിറ്റി ഒരിടത്ത് ഫീൽ ചെയ്യുന്നില്ല. മൃഗങ്ങൾ ഉൾപ്പെടുന്ന ഇതിനകത്ത് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ സിംഹമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കറക്റ്റ് സിംഹം നടന്നു വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഇതൊരു ഭയങ്കരമായിട്ടൊരു ലാവിഷ് ആയിട്ടുള്ള ഒരു സെറ്റ് ഉള്ളെടുത്ത് ഒരു യുണീക്ക് മീൻസ് ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന അത് ഇല്ല കോമഡി ആയിട്ടൊന്നും ഫീലൊന്നും ചെയ്തില്ല. അത് വേണമെങ്കിൽ അങ്ങനെ കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തേക്കാം. കാരണം